പിണറായി വിജയൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പം, പിണറായി വിജയൻ്റെ പ്രചരണം തുടങ്ങിയപ്പോൾ ഇന്നുവരെയുള്ള പ്രസംഗം കേൾക്കുമ്പം LDF അനുകൂല തരംഗമാണ്. അല്ല, പഴയ സ്ക്രാച്ച് വീണ LP റെക്കോർഡിന്റെ സ്ഥിതി എന്താണ്? അതുപോലെയാണ്. സൂചി അതേ സ്ഥലത്ത് കിടന്ന് കറങ്ങുക, മുന്നോട്ട് നീങ്ങുന്നില്ല. ഇനി ആരെങ്കിലും എടുത്ത് സൂചി മുന്നോട്ട് വെച്ചാൽ മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകത്തുള്ളൂ. ഇത് കേരള ജനത ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ. എന്നാ പിന്നെ ഇന്നത്തെ ചർച്ച അത് തന്നെ ആയിക്കോട്ടെ. യാത് ഷിബുവേ, തുടങ്ങാം. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ മൈക്കിനെ പിടിച്ചോടിച്ച് ദൂരെ എറിയാതിരുന്നാ മതിയായിരുന്നു, അല്ലേ ഷിബുവേ? ഇന്നെങ്കിലും സോപാന ഗായിക പാടായിരുന്നാ മതി, അല്ലേ? പതിവ് ശൈലി വിട്ടിട്ട് ലജ്ജാമതിയേ എന്ന പാട്ട് പാടണമായിരുന്ന. നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകും എന്നാണ് ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചത്. നൊട്ടി മലയാളികളെല്ലാം അങ്ങനെ ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞ അതിൻ്റെ കൂടെ ഞാൻ യോജിക്കുന്നില്ല ഷിബുവേ. ഞാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരനുമല്ല, അങ്ങനെ ബന്ധുവല്ല. പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്, അങ്ങനെ ഇഷ്ടപ്പെടണമുണ്ട്. അല്ല പിന്നെ സമയം മെനക്കെടുത്താതെ വേറെ വല്ലതും പറയാനുണ്ടാ? അതാ ഞാൻ ചോദിച്ചു. ഓട്ടാ പെട്ടെന്ന് പറയൂലേ? അതെന്തരേ ഇത്ര കണ്ടങ്ങ് ആലോചിക്കാതിരിക്കുന്നേ? പെട്ടെന്ന് പറ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. എന്ത് അതിലായിട്ട് സംശയമുണ്ടാ? പിണറായി വിജയൻ മലയാളിയുടെ ആകെ മുഖ്യമന്ത്രിയാണ്. അയ്യോ, ഒരു നിവർത്തിയില്ലല്ലേ. കാര്യം തരുന്നു വെച്ചാ പറ. പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിലും പതിവ് ശൈലി കൈവിടാതെ അങ്ങനെ മിമിക്രി കാണിച്ച കാര്യമല്ലേ പറയാൻ വന്നത്? അയ്യോ, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. സത്യം പറഞ്ഞ ചിരിച്ച് ഊപ്പാട് വന്നുപോയി, അല്ലേ ഷിബുവായി? രാഹുൽ ഗാന്ധി ചോദിച്ചതിന് മറുപടി അത് തന്നെയാണ്. സംശയമുണ്ടാ? കോട്ടയം നസീർ പോലും രാഹുൽ ഗാന്ധിയെ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കൂല. അതിനിപ്പോൾ എന്തൊരു വേണമെന്നാ? ഇത് കേരള ജനത ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ആണ്. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള ആൾ ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലേ? ലോ വരണം സതീശൻ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹം മോഡിയുടെ മൗത്ത് പീസാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മോഡിയുടെ മൗത്ത് പീസാണ്. ആരെയൊക്കെ മൗത്ത് പീസാണെന്ന് മേജർ രവി പറയും, കേട്ടോളേ. പക്ഷെ ഞാനീ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്. അയ്യയ്യേ, അവൻ്റെ കൂടി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറെ നിങ്ങളുടെ അച്ഛനായിരുന്നു, മരിച്ചുപോയിട്ടുള്ള അച്ഛനായിരുന്നു. അയ്യോ കഷ്ടം. ജീവിച്ചിരുന്നപ്പോഴേ ചെറുകനെ കൊണ്ട് ചേക്കയില്ല. മരിച്ചാലെങ്കിലും ഈ തന്തയെ ഒന്ന് വെറുതെ വിട്ടൂടെ? രണ്ടാമത് അസംബ്ലി കയറിയതുകൊണ്ട് കേരളം പഞ്ചാബാക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ളൊരു അച്ഛൻ്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അയ്യോ പാപം. ഇനി അങ്ങാരെ ചരിത്രം വിട്ടിട്ട് മോൻ്റെ ചരിത്രം പറ മേജറേ. പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഈ കബേർഡിനകത്ത് സ്കെൽട്ടൻ വെച്ചുകൊണ്ട് പറയരുത് ഞാൻ വളരെ ക്ലീനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്. നോ. ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, എൻ്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ഗതികേട് എൻ്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. അന്തസ്സുള്ളൊരു ഫാമിലിയിൽ നിന്നാണ്. അതുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങൾ ഇലക്ഷന് വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത്. ശ്രീ പത്മനാഭ, മാന്യന്മാരെ കൊണ്ടും ചത്തുപോയ തന്തയെ ചീത്ത വിളിക്കാൻ ജനിച്ച ഒരു പാഴ്ജന്മം. അഭിനയം കൊളമാക്കും ഗണേശൻ മന്ത്രിയുടെ കുപ്പായം അണിഞ്ഞു, മഹാനെന്ന് നടിച്ചു, മാന്യനായി ഭാവിച്ചു,
അവസാനം ചീട്ടുകീറാൻ സമയമായി യാത് വാ